എല്ലാ ഷിഫ്റ്റിലും മിനിമം 4 ചോദ്യങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്നും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മിനിമം 4 മാർക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നേടാനായിട്ട് സാധിക്കും. നേരത്തെ നമ്മൾ അറേഞ്ച് ചെയ്തതുപോലെ തന്നെ ഇതിനെയും നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒറ്റയടിക്ക് ഞാൻ ചിലപ്പോൾ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഹലോ എവ്രി വൺ, ഇന്നത്തെ ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് RRB NTPCയുടെ എക്സാമിനേഷനിലെ 4 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. സോ ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ RRB NTPCയുടെ 48 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഷിഫ്റ്റ് ബൈ ഷിഫ്റ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് എല്ലാ ചോദ്യങ്ങളും ഒരു പ്രത്യേക പാറ്റേണിലാണ് വരുന്നതെന്നും അത് മാത്രമല്ല ഇവിടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് പോകാം. 48 RRB NTPC പേപ്പേഴ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന 3 ട്രിക്സ് ഓൺ സീരീസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സാധാരണ നമുക്കറിയാം RRB NTPCയിലെ സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ 3 ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് വരാറുള്ളത്. നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, ആൽഫബറ്റ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, അതുപോലെ തന്നെ ആൽഫ ന്യൂമറിക് സീരീസിൻ്റെ ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ നടത്തിയ അനാലിസിസിൽ നിന്നും നമ്മൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം അല്ലേ, കുറേ 4കൾ കാണാം. സോ ബേസിക്കലി 5th ജൂൺ 2025 മുതൽ 24th ജൂൺ 2025 വരെ RRB NTPCയുടെ എക്സാം നടന്ന സമയത്ത് ഒരു ദിവസം 3 ഷിഫ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ടോട്ടൽ ഇവിടെ 16 × 3 48 ഷിഫ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ എല്ലാ ഷിഫ്റ്റിലും, സോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, എല്ലാ ഷിഫ്റ്റിലും മിനിമം 4 ചോദ്യങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്നും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ചില കേസസിൽ ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമാറ്റ് കുറച്ചും കൂടെ മാറിയിട്ട് ഒരു വേറെ ടൈപ്പ് ഓഫ് സീരീസ് ആയിട്ട് വന്നു. അത് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് കൂടാതെയാണ് ഡയറക്റ്റ് ആയിട്ട് ആൽഫബറ്റ് സീരീസും നമ്പർ സീരീസും ആൽഫ ന്യൂമറിക് സീരീസും ചേർന്നിട്ട് എല്ലാ പേപ്പറിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന 4 ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്പർ സീരീസിലാണ്. സോ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും നമ്പർ സീരീസ് മാത്രം പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ 2 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് പോകാം. സോ ഇവിടെ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ സീരീസിൽ നിന്ന് മാത്രം RRB NTPCയുടെ 2025 എക്സാമിനേഷനിൽ 96 ക്വസ്റ്റ്യൻസ് ആണ് ത്രൂ ഔട്ട് ദ ഷിഫ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവറേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻ പെർ ഷിഫ്റ്റ് ആണ് നമ്പർ സീരീസിൽ നിന്നും ആവറേജ് നമ്മൾ നോക്കിയാൽ കിട്ടുന്നത്. ഇനി ആൽഫബറ്റ് സീരീസും ആൽഫ ന്യൂമറിക് സീരീസും കൂടെ ചേർന്നിട്ടാണ് ബാക്കി വരുന്ന 96 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോകാം. സോ അപ്പോൾ നമ്മൾ ഇന്ന് 3 ട്രിക്കുകളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്പർ സീരീസിൻ്റെ ട്രിക്കാണ്. സോ നമ്പർ സീരീസ് എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് പറഞ്ഞു തരാം. കുറേ നമ്പേഴ്സ് ഒരു പ്രത്യേക പാറ്റേണോ ലോജിക്കോ ഉപയോഗിച്ചുകൊണ്ട് ഫോം ചെയ്യുന്ന ഒരു സീരീസിനെയാണ് നമ്മൾ നമ്പർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പാറ്റേൺ ചിലപ്പോൾ അഡിഷൻ ആകാം, മൾട്ടിപ്ലിക്കേഷൻ ആകാം, സബ്ട്രാക്ഷൻ ആകാം, ഡിവിഷൻ ആകാം, അല്ലെങ്കിൽ നമുക്കറിയുന്ന ചിലപ്പോൾ ഫേമസ് ആയിട്ടുള്ള സ്ക്വയർ, ക്യൂബ് പോലെയുള്ള നമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടുള്ള സീരീസ് ആകാം. ഇങ്ങനെ ഏത് പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ടും നമുക്കൊരു നമ്പർ സീരീസ് ഫോം ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാമിനേഷൻ നിങ്ങൾ ഹാളിൽ പ്രവേശിച്ച് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ തന്നെ നിങ്ങൾ സോൾവ് ചെയ്യാൻ പോകരുത്. അതിന് പകരം ക്വസ്റ്റ്യൻ കണ്ട് ആദ്യത്തെ 3 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ ലോജിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിനുശേഷം മാത്രം ലോജിക്ക് മനസ്സിലായതിനു ശേഷം മാത്രം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 3 സെക്കൻഡിൽ തന്നെ എങ്ങനെ ലോജിക്ക് മനസ്സിലാക്കാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് ഇത്ര എന്താണ് നമ്പർ സീരീസ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാനതിൻ്റെ ഒരു എക്സാമ്പിൾ തരികയാണെങ്കിൽ ഇവിടെ 2, 4, 6, 8, 10 കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അടുത്ത നമ്പർ എന്തായിരിക്കും? ഇതാണ് നമ്മുടെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഇല്ലസ്ട്രേഷൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ നമ്പേഴ്സിന് ഞാനൊന്ന് കുറച്ചിങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സിന് എനിക്കിതിൽ എഴുതാൻ പറ്റും അല്ലേ. ഇവിടെ നമുക്ക് 3 എഴുതാം, ഇവിടെ 5 എഴുതാം, ഇവിടെ 7 എഴുതാം. അത് കഴിഞ്ഞ്
കഴിഞ്ഞിട്ട് ഇവിടെ 9 എഴുതാം. അപ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും? 11 കഴിഞ്ഞിട്ട് വരുന്ന 12 ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ ബേസിക്കലി ഈ രണ്ട് നമ്പേഴ്സുകളുടെ എല്ലാം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് നമ്പറുകളുടെ എല്ലാം തന്നെ ഇടയിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഗ്യാപ്പ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കാര്യം. ഇനി ഇതേ ചോദ്യം തന്നെ നമുക്ക് വേറൊരു ടൈപ്പിൽ എടുത്താലോ? ഇതും ഒരു നമ്പർ സീരീസിൻ്റെ എക്സാമ്പിൾ ആണ്. പക്ഷേ ഇവിടെ 2, 4, 8, 16, 32 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ അറേഞ്ച് ചെയ്തതുപോലെ തന്നെ ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? നേരത്തതിനേക്കാളും ഒരുപാട് കൂടുതൽ ഗ്യാപ്പ് ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും ഇടയ്ക്ക് 3 ഉള്ളൂ. 4 കഴിഞ്ഞിട്ട് ഇവിടെ 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 8 വരുന്നത്. ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ 9, 10, 11 അങ്ങനെ അങ്ങനെ പോയി 16 എത്തും. ഇവിടെയാണെങ്കിൽ പിന്നെ പറയേണ്ട, 16 കഴിഞ്ഞ് 17 കഴിഞ്ഞ് 18 കഴിഞ്ഞ് അപ് ടു 32 വരെ ഒരുപാട് നമ്പേഴ്സിൻ്റെ ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ട്രിക്ക് മനസ്സിലാക്കുന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ഇനി നമ്മുടെ ട്രിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ട്രിക്കിലേക്ക് വരാം. നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും 4 ഓപ്പറേഷൻസിനെ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഏതൊക്കെയായിരിക്കും ആ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്? ആദ്യത്തേത് ഡെഫിനറ്റ്ലി അഡിഷൻ ആയിരിക്കും. അതിനുശേഷം വരുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് സബ്ട്രാക്ഷനും അടുത്ത വരുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡിവിഷനും ആയിരിക്കും. സോ ഇനി ഇത് ഒന്ന് തന്നെ ആവണമെന്നില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് കിട്ടും. അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നും നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡിഷൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു സീരീസ് ഇൻക്രീസ് ചെയ്തു പോകുന്ന ഒരു സീരീസ് ആയിരിക്കും. അതായത് അതിൻ്റെ ഫസ്റ്റത്തെ ടേമും ലാസ്റ്റത്തെ ടേമും തമ്മിൽ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ടേം എന്തായാലും ആദ്യത്തെ ടേമിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചാലോചിച്ചാലോ? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവസാനത്തെ ടേം ആദ്യത്തെ ടേമിനേക്കാളും പ്രോഗ്രസീവ്ലി ഇൻക്രീസ് ചെയ്ത് ആണ് കിട്ടുന്നതെങ്കിൽ അതൊരു അഡിഷൻ സീരീസോ മൾട്ടിപ്ലിക്കേഷൻ സീരീസോ ആണ്. ക്ലിയർ? അപ്പം നേരെ തിരിച്ചാണെങ്കിലോ, ആദ്യത്തെ ടേം അവസാനത്തെ ടേമിനേക്കാൾ വലുതാണ്, അതായത് അവസാനത്തെ ടേം ആണ് ചെറുത് എന്ന് വരുന്നെങ്കിൽ അത് ഡിക്രീസ് ചെയ്തു പോകുന്ന ഒരു സീരീസ് ആണ്. ഡിക്രീസ് ചെയ്തു പോകുന്ന സീരീസ് എപ്പോഴും സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഫസ്റ്റ് വരേണ്ട ചോദ്യം ഇതാണ്: ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? അപ്പോൾ ഇൻക്രീസിങ് ആണെങ്കിൽ തന്നെ ഇപ്പം പല രീതിയിൽ ഇൻക്രീസ് ചെയ്യാം അല്ലേ? ഒരു ചെറിയ നമ്പറിൽ നിന്ന് പെട്ടെന്ന് വലിയ നമ്പറിലേക്ക് പോകാം, ചെറിയ നമ്പറിൽ നിന്ന് മെല്ലെ 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 വലിയൊരു നമ്പറിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെ ഇത് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിൽ മിനിമം ഡബിളിൻ്റെയെങ്കിലും വ്യത്യാസം ത്രൂ ഔട്ട് കാണാമെങ്കിൽ അവിടെ നമുക്ക് പറയാം. അതായത് ഞാനൊരു എക്സാമ്പിൾ എടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ആദ്യം എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇവിടെ 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. ഓക്കെ, അടുത്ത ടേം നമുക്ക് ഏതാണെന്ന് അറിയില്ല, കണ്ടുപിടിക്കണം. ഇവിടെ ആണെങ്കിൽ നേരെ നമുക്ക് 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്, 16 ഉണ്ട്, 32 ഉണ്ട്. അടുത്ത ടേം ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് രണ്ടും ഇൻക്രീസിങ് സീരീസ് ആണ്. ബട്ട് സ്റ്റിൽ ഇവിടെ നമുക്ക് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള, അതായത് അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ വ്യത്യാസം നോക്കുമ്പോൾ മിനിമം ഡബിളിൻ്റെയെങ്കിലും വ്യത്യാസം ഈ രണ്ട് അടുത്തടുത്ത നമ്പേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവണം. ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുണ്ട്. 2 × 2 ചെയ്താൽ 2ൻ്റെ ഡബിളാണ് 4. അടുത്തതിൽ ഇരട്ടീൻ്റെ വ്യത്യാസം ഉണ്ടോ? ഇല്ല. അടുത്തതിലുണ്ടോ? ഇല്ല. സോ എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡബിളിൻ്റെ വ്യത്യാസം, ഇവിടെ ഡബിളിൻ്റെ വ്യത്യാസം. സോ ത്രൂ ഔട്ട് മിനിമം നമുക്ക് ഡബിളിൻ്റെയെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അത് മൾട്ടിപ്ലിക്കേഷൻ്റെ എന്തൊക്കെയോ ലോജിക്ക് യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സീരീസ് ആണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 ടേമോ 3 ടേമോ 4 ടേമോ അല്ല, അവസാനം വരെ നമുക്ക് മിനിമം ഡബിളിൻ്റെ വ്യത്യാസം കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അതെന്തായാലും ഒരു അഡിഷൻ സീരീസ് ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിളായി നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പേന എടുക്കുന്നതിന് മുമ്പ് തന്നെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത 2 ടൈപ്പിലേക്ക് പോകാം. അടുത്ത 2 ടൈപ്പ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷനും ഡിവിഷനും ആണ്. സോ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതായിരിക്കും. സോ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത അതേ ലോജിക്ക് ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞു 2 നമ്പേഴ്സ് തമ്മിൽ ഇരട്ടിയുടെയെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 2 നമ്പേഴ്സ് തമ്മിൽ മിനിമം പകുതിയുടെയെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അതൊരു ഡിവിഷൻ സീരീസ് ആയിരിക്കും. അങ്ങനെ വന്നിട്ടില്ല
ആയെന്നുണ്ടെങ്കിൽ അതൊരു സബ്ട്രാക്ഷൻ സീരീസ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിവിടെ 100 എടുത്തു, അടുത്തത് 95 എടുത്തു, നെക്സ്റ്റ് ഇവിടെ 90, 85 ആൻഡ് 80. ഇതാണ് നമ്മളിവിടേക്ക് എടുത്തിരിക്കുന്ന ഒന്നാമത്തെ സീരീസ്. ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സീരീസും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് 729 ആണ്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 243 എടുത്തു, അത് കഴിഞ്ഞ് 81 എടുത്തു, അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 9 എടുത്തു. അടുത്ത ടേം ഇവിടെ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ 9 അല്ല 27 എടുത്തു, അടുത്ത ടേം ഏതാണെന്ന് നമ്മളിവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഡിക്രീസിങ് സീരീസ് ആണ്. 100ൽ നിന്നും 80ലേക്ക് താഴേക്ക് പോകുന്നു, 729ൽ നിന്നും 27ലേക്ക് താഴേക്ക് പോകുന്നു. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എത്രയാ? മിനിമം ഇരട്ടയുടെ വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? സോ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു സീരീസ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സീരീസ് ആയിരിക്കും. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ 729ൻ്റെ പകുതി എത്രയാണ് വരുന്നത്? 700ൻ്റെ പകുതി തന്നെ 350 ആണ്. സോ 350ൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലാണ് അത് മിനിമം പകുതി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ പകുതിയേക്കാളും താഴെയാണ് 243. ഇനി 243യും 81 നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പകുതിയേക്കാളും താഴെയാണ്. 81ൻ്റെ പകുതിയേക്കാളും താഴെയാണ് 27. സോ അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഇതൊരു ഡിവിഷൻ സീരീസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ലോജിക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവുക അല്ലേ എല്ലാവർക്കും? എന്ത് ലോജിക്കാണ് നമുക്ക് ഇവിടേക്ക് എടുക്കാൻ പറ്റുക? ഇവിടെ ഡയറക്റ്റ്ലി +2 പോകുന്ന ഒരു സീരീസ് ആണ്, ഇത് ×2 പോകുന്ന സീരീസ് ആണ്, ഇത് -5ൻ്റെ സീരീസ് ആണ്, ഇത് /3യുടെ സീരീസ് ആണ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ ക്വസ്റ്റ്യനിലും ഒരേപോലെ തന്നെ വാല്യൂസ് ഇൻക്രീസ് ചെയ്ത് പോകുന്നല്ല. +2 ആവണമെന്നില്ല. ചിലപ്പോൾ പ്രൈം നമ്പറിൻ്റെ ഡിഫറൻസസ് വരാം. അതായത് ആദ്യം നമുക്ക് +2, അത് കഴിഞ്ഞിട്ട് +3, പിന്നെ നമുക്ക് +5, +7 അങ്ങനെ വരാം. അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് വരാം, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് വരാം. ചില കേസസിൽ സ്ക്വയറിൻ്റെയും ക്യൂബിൻ്റെയും ഒക്കെ ഡിഫറൻസ് വരാം. പക്ഷേ ഏകദേശം ഇതിൻ്റെ ഒരു പോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഏത് ലോജിക്കാണ് യൂസ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒറ്റയടിക്ക് ഞാൻ ചിലപ്പോൾ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. NTPC എക്സാമിൻ്റെ 2025 കഴിഞ്ഞ വർഷത്തെ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫ്രഷ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. വാട്ട് ഷുഡ് കം ഇൻ പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൻ നമ്പർ സീരീസ്? ഫസ്റ്റ് നമ്മൾ എന്താ നോക്കണ്ടേ? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? തന്നിരിക്കുന്ന നമ്പർ സീരീസിൻ്റെ നേച്ചർ. ആദ്യത്തത് 701, ലാസ്റ്റ് 681 അല്ലേ? അപ്പോൾ 85. സോ ഇത് ഡിക്രീസിങ് സീരീസ് ആണ്. രണ്ടാമത് എന്താ നോക്കണ്ടേ? ഇവിടെ ഏത് രീതിയിൽ ഡിക്രീസ് ചെയ്യുന്നു? ഡിവിഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ? ഡിവിഷൻ ആണെങ്കിൽ മിനിമം പകുതിയുടെയെങ്കിലും വരണം. ആദ്യത്തെ രണ്ടെണ്ണം നോക്കിക്കേ, മിനിമം പകുതിയുടെ വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് എന്തായാലും ഒരു സബ്ട്രാക്ഷൻ സീരീസ്. സോ ആദ്യത്തെ 3 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ലോജിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഏത് വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചാൽ മതി. ട്രൈ ചെയ്ത് നോക്കിയാലോ? ആദ്യം 701ഉം 700ഉം ആകെ സിമ്പിളായിട്ട് നമുക്കിവിടേക്ക് -1 എന്ന് കിട്ടും. ഇവിടേക്കോ -3 എന്ന് കിട്ടി. അപ്പോൾ 1ഉം 3ഉം വന്നു. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. അടുത്തതിൽ 5ൻ്റെ വ്യത്യാസം വന്നു. അടുത്തതിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ എത്രയാണ് വന്നിട്ടുള്ളത്? 692ഉം 85ഉം 7ൻ്റെ വ്യത്യാസം വന്നു. അപ്പോൾ അടുത്തത് എന്തായാലും -9 വരുള്ളൂ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് ഏതാ കിട്ടുക? 5ൽ നിന്ന് 9 പോയാൽ ലാസ്റ്റ് ഡിജിറ്റ് 6 ഉള്ളൂ. സോ ഓപ്ഷൻ നമ്പർ 4 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊരു സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ സോൾവ് ചെയ്തെടുത്തു അല്ലേ? നിങ്ങൾക്ക് ഞാൻ ഈ ലോജിക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ 3 സെക്കൻഡ് ഒഴികെ മേ ബി ഇതൊന്ന് ചെയ്ത് ഇപ്പോൾ മനസ്സിൽ ചെയ്താൽ മതി. നമ്പറിൽ പേപ്പറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് മേ ബി ഒരു 4 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാലും മാക്സിമം 10 സെക്കൻഡിന് താഴെ നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി വീണ്ടും മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതും 25ൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്ന പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ടേം നോക്കിയാൽ 29, 113 ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വരുന്നത്? ഡെഫിനറ്റ്ലി അത് ഇൻക്രീസ് ചെയ്ത് പോകുന്ന സീരീസ് ആണ്. ഇനി 29ൽ നിന്നും 33ലേക്ക് പോകുമ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ, അതായത് മിനിമം 2ൻ്റെ ഗ്യാപ്പ്, ഡബിളിൻ്റെ ഗ്യാപ്പ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അടുത്ത ടേമിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിൻ്റെ ആവശ്യം പോലും ഇല്ല. ഇല്ലാതെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഡയറക്റ്റ്ലി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ലോജിക് എന്ന് പറയുന്നത് ഇവിടെ പ്യോർ അഡിഷൻ ആണ്. അവിടെ വേറെ ഒന്നും നിങ്ങൾ ഇവിടേക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഇതിൻ്റെ വ്യത്യാസം എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുക. ആദ്യം 29ഉം 33ഉം എത്രയാണ് ആൻസർ വന്നിരിക്കുന്നത്? എത്ര വ്യത്യാസമുണ്ട്? ഇവിടെ ആകെ 4ൻ്റെ വ്യത്യാസം. 33ഉം 41ഉം തമ്മിൽ എത്രേൻ്റെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് നോക്കിക്കേ.
ഇവിടെ നേരെ നമുക്ക് 8ൻ്റെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടേക്ക് +8 എഴുതാം. ഇനി അതിനുശേഷം ഇവിടെ 12ൻ്റെ വ്യത്യാസം. സോ 4ഉം 8ഉം 12ഉം. അപ്പോൾ പിന്നെ അടുത്തതിൻ്റെ ഗ്യാപ്പ് ഇവിടെ എത്രയായിരിക്കണം വരിക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ 12 കഴിഞ്ഞാൽ 16 വന്നിട്ടുണ്ടാവണം. 53ഉം 16ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 69 ആൻസർ കിട്ടും. ഓപ്ഷൻ 4 ആണ് ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പെൻ ആൻഡ് പേപ്പർ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ലോജിക്ക് നിങ്ങൾ മസ്റ്റായിട്ടും ഫൈനലൈസ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് മാത്രം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ 2021 നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. അയ്യോ, ഇവിടെ 3യും കൂടെ ഗ്രീൻ കളറിൽ വേണേ. 3യിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ സീരീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 3യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 18739 വരെ പോയി. ഒറ്റയടിക്ക് മനസ്സിലാവും അല്ലേ? 3 ചെറിയ നമ്പർ വലിയ നമ്പറിലേക്ക് പെട്ടെന്ന് പോയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി എന്തായിരിക്കണം? ഇൻക്രീസിങ് ആണ്. മിനിമം ഡബിളിൻ്റെ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് അല്ലേ? 3ൻ്റെ ഇരട്ടി 6, 6നെക്കാളും വലുത് 7, 7ൻ്റെ ഇരട്ടി 14, 14നെക്കാളും വലുത് 22. ഇനി 22ൻ്റെ ഇരട്ടി 44 ആണ്, അതിനേക്കാളും വലുത്. സോ ഡെഫിനറ്റ്ലി മിനിമം ഡബിളിൻ്റെ എങ്കിലും വ്യത്യാസം വന്നതുകൊണ്ട് ഇതിൻ്റെ ലോജിക്ക് എന്തായിരിക്കും? പ്യുവർ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെ മൾട്ടിപ്ലിക്കേഷനിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻറ്റു 2 -1ഉം വർക്ക് ആകും. ഇൻറ്റു 3 -2ഉം വർക്ക് ആകും. അടുത്തയിലേക്ക് പോകുമ്പോൾ 7ഉം 22ഉം എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക? ഇൻറ്റു 3 ചെയ്താൽ 21 കിട്ടും. +1 ഇവിടേക്ക് കിട്ടും അല്ലേ? അയ്യോ, മൈനസ് അല്ല കേട്ടോ, ആദ്യത്തെ +1 ആണ്. സോ ഇൻറ്റു 2 +1, ഇൻറ്റു 3 +1. അപ്പോൾ അടുത്തത് ഇൻറ്റു 4 +1 വർക്ക് ആവുന്നുണ്ടോ നോക്കിക്കേ. യെസ്, ഡെഫിനറ്റ്ലി അത് വർക്ക് ആവുന്നുണ്ട്. ഇനി നെക്സ്റ്റ് 89ഉം 446ഉം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റനിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ കൂട്ടത്തിൽ പെടാത്ത നമ്പർ ഏതാണെന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതായത് അടുത്ത നമ്പർ ഏതാണെന്നല്ല നമ്മുടെ ചോദ്യം, ഈ കൂട്ടത്തിൽ പെടാത്ത നമ്പർ ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് നോക്കുക. ഇത് മുഴുവൻ നിങ്ങളിങ്ങനെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഏത് ഒരെണ്ണം എന്തായാലും തെറ്റാണ്. എങ്ങനെ കണ്ടുപിടിക്കും? ലാസ്റ്റ് ഡിജിറ്റ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്തതിൽ ഏത് വരണം? ഇൻറ്റു 4 ആണെങ്കിൽ ഇൻറ്റു 5 വരണം. 6 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ് വരേണ്ടത്? 6 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല സോറി, ഇവിടേക്കാണ്. ഇവിടെ ഇൻറ്റു 5 ആണ്. ഇവിടെ 6 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് 6 വരണം. +1 ചെയ്ത് കഴിയുമ്പോൾ 7. കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് 7 ഇൻറ്റു അടുത്ത ഡിജിറ്റ് ചെയ്താൽ 7 ഇൻറ്റു 7 ചെയ്താൽ നമ്മുടെ ആൻസർ 49 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. +1 ചെയ്ത് കഴിഞ്ഞാൽ 10. സോ ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ 0 ആയിരിക്കണം, അല്ലാതെ 9 ആയിരിക്കരുത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത് നിങ്ങൾ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റൻ എങ്ങനെയാണ് സോൾവ് ചെയ്തത്? നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇതിൻ്റെ നേച്ചർ എന്താണ് എന്ന് മനസ്സിലാക്കി. മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന് നമുക്ക് ലോജിക്ക് കിട്ടി. അതിനുശേഷം റോങ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റനും നമ്മളിവിടെ കവർ ചെയ്തു. ഇനി നമുക്ക് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റനും കൂടെ നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രിക്കാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. സോ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കോ. സെലക്ട് ദി നമ്പർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് ഏത് വരണം? ഇതാണ് ക്വസ്റ്റ്യൻ. 40, 48, 41, 16, 42, 8 and 43. നിങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ നോക്കിക്കേ, എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ക്യാച്ച് ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കിക്കേ. ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഈ ക്വസ്റ്റ്യൻ എത്ര ടേംസ് ഉണ്ട്? 5 ടേംസ് ഉണ്ട്. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 4, 5, 6 ടേംസ് ഉണ്ട്. ഇവിടെ നമുക്ക് 5 ടേംസ് ഉണ്ട്. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ മാത്രം 1, 2, 3, 4, 5, 6, 7 ടേംസ് ഉണ്ട്. എന്തിനാണ് ഈ ചോദ്യത്തിൽ ഇത്രയും ടേംസ് തന്നിരിക്കുന്നത്? ഇത്രയും ആലോചിച്ച് നോക്കുക. നമുക്ക് 4 ടേംസ് ഉള്ളപ്പോഴും 5 ടേംസ് ഉള്ളപ്പോഴും ഒരു ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് കണ്ടുപിടിക്കാമെന്നിരിക്കെ എന്തിനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത്രയും അധികം നമ്പർ ടേംസ് നമുക്ക് തന്നിട്ടുണ്ടാവുക? നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? ഒരിക്കലും ആരും അങ്ങനെ ക്വസ്റ്റ്യൻ ഇടില്ല. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് കണ്ടുപിടിക്കാൻ 3 or 4 ടേംസ് മതി. അപ്പോൾ ഇവിടെ 7 ടേംസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടേംസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? അവിടെ ഒരു സീരീസ് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ സീരീസ് ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രിക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ചോദ്യത്തിൽ 7 or more ടേംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അതെപ്പോഴും ഒരു മിക്സ്ഡ് സീരീസ് ആയിരിക്കും. മനസ്സിലായോ എല്ലാവർക്കും? സോ 7 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടേംസ് ഉണ്ടെങ്കിൽ അതെപ്പോഴും ഒരു മിക്സ്ഡ് സീരീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മിക്സ്ഡ് സീരീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 സീരീസിൻ്റെ കോമ്പിനേഷൻ ആകാം, അല്ലെങ്കിൽ 3 സീരീസിൻ്റെ കോമ്പിനേഷൻ ആകാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം.
ഒന്നാമത്തെ സീരീസ് 1 2 3 4 ആണെന്ന് വിചാരിച്ചോ. രണ്ടാമത്തെ സീരീസ് ഇപ്പം എത്രയാ 10 20 30 40 എന്നാന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ സീരീസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഓരോന്നിനെയും ഓരോന്നായിട്ട് എടുക്കും. 1ഉം 10ഉം 2ഉം 20ഉം 3ഉം 30ഉം ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് എലമെൻറ്റ്സ് റിലേറ്റഡ് ആയിരിക്കും. നോക്കിക്കേ, 40 41 42 43 ഈസിലി റിലേറ്റഡ് ആണ് അല്ലേ. എന്നാൽ അടുത്ത ടേംസ് നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിക്കേ. 48ഉം 16ഉം എന്താ വ്യത്യാസം? 48 ഡിവൈഡഡ് ബൈ 3 16 വരുന്നത്. 16 ഡിവൈഡഡ് ബൈ 2 8 വരുന്നത്. അപ്പോൾ അടുത്തത് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ആൻസർ ഇവിടെ ഡിവൈഡഡ് ബൈ 1 ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ ഇവിടേക്ക് എത്രയാണ്? 8 തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടേക്ക് വരേണ്ടത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? സോ അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ ഡിയിലുള്ള 8 ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രിക്കാണ്. കാരണം നിങ്ങളുടെ ചോദ്യത്തിൽ ഡയറക്റ്റ്ലി എപ്പോഴെങ്കിലും 7 or more ടേംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, അതൊരു ഡയറക്റ്റ് സിമ്പിൾ സീരീസ് ആയിരിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഫബറ്റ് സീരീസ് ആണ്. സോ ആൽഫബറ്റ് സീരീസിൽ നിന്നും ആൽഫ ന്യൂമറിക് സീരീസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതുകൂടെ നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. സോ ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2025 പ്രീവിയസ് ഇയർ ചോദ്യമാണ്. DKR HOV LSZ PWD അടുത്തത് ഏതായിരിക്കും? എങ്ങനെ സോൾവ് ചെയ്യും? അപ്പോൾ ഇവിടെ നമ്മൾ നോർമലി നമ്മൾ കോൺസെപ്റ്റ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ DKR എന്ന് എഴുതും, പിന്നെ HOV എന്ന് എഴുതും, പിന്നെ LSZ ഇങ്ങനെ എഴുതും. എന്നിട്ട് നമ്മൾ ഇതിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കും അല്ലേ. എങ്ങനെയാണ് ചെയ്ത് നോക്കുക? ഇവിടെ 4th ലെറ്റർ, 8th ലെറ്റർ, 12ാമത്തെ ലെറ്റർ, ഇവിടെ +4, ഇവിടെ +4. ഇതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും എക്സാമിനേഷൻ്റെ സമയം അങ്ങ് വെറുതെ പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ 4 ടേംസ് ഉണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ എപ്പോഴും കറസ്പോണ്ടിങ് ടേമുകളായിരിക്കും റിലേറ്റഡ്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. അതായത് D R-നോടല്ല റിലേഷൻ, D H-നോടാണ്, അടുത്തത് L-നോടാണ്, അടുത്തത് P-നോടാണ്. അപ്പോൾ അടുത്തതിൽ ഇവിടെ ഫസ്റ്റത്തെ ലെറ്ററിനോടായിരിക്കും റിലേറ്റഡ് ആയിട്ടുണ്ടാവുക. സോ ഈ ലോജിക്കാണ് നമ്മളിവിടെ പിടിക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മുടെ സമയം സേവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെല്ലാം ഒന്നും ആനലൈസ് ചെയ്യുന്നില്ല, നമ്മൾ ഓൾട്ടർനേറ്റ് ടേംസ് ആണ് ആനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ D 4ാമത്തെ അക്ഷരം, L 12ാമത്തെ അക്ഷരം, എത്ര ചാർട്ട് ഉണ്ട്? നേരെ 8ാമത്തത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? നേരെ 8 ഇതിലേക്ക് ആഡ് ചെയ്താൽ 20ാമത്തെ അക്ഷരം ഏതാണ്? T ആണ്. സോ ഇതും ഡയറക്റ്റ്ലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? സോ നിങ്ങൾക്ക് ഇവിടെ ഓൾട്ടർനേറ്റ് ടേമുകൾ ആനലൈസ് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ അവിടെ എല്ലാ ടേംസും ആനലൈസ് ചെയ്ത് പോകുന്ന സമയം ഇവിടെ ലാഭിക്കാൻ പറ്റും. ഓക്കെ, ഇനി വീണ്ടും ഇതേപോലെ തന്നെ ഇവിടെ K 11ാമത്തെ അക്ഷരം, ഇത് എത്രാമത്തെ അക്ഷരം? 19ാമത്തെ അക്ഷരം അല്ലേ. അപ്പോൾ എത്രേൻ്റെ വ്യത്യാസം ഇവിടെ വന്നു? 8ൻ്റെ വ്യത്യാസം. 8 19ഉം 8ഉം 27. 27 എന്ന് പറഞ്ഞൊരു അക്ഷരം ഉണ്ടോ? ഇല്ല, 26 ഉള്ളൂ. 26ാമത്തെ അക്ഷരം Z. 27 എന്ന് പറഞ്ഞാൽ Z കഴിഞ്ഞ് പിന്നെയും വരുന്ന ആരാ? A ആണ്. സോ ഓപ്ഷൻ C ആണ് ശരി ഉത്തരം. ക്ലിയർ ആയോ? സോ ഇങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ ബെറ്റർ ആയിട്ട്, ഇച്ചിരിയും കൂടെ ഫാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നതും ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. 2025 കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്. EBY XUR QNK JGD എങ്ങനെ സോൾവ് ചെയ്യും? നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ടേമുകൾ എടുക്കാം. ഓക്കെ, ഇയിൽ നിന്ന് എക്സിലേക്ക് പോയി പിന്നെ ക്യൂയിലേക്ക് പോകണ്ട, നേരെ ഇന്ന് ക്യൂയിലേക്ക് പോവുക. 5ാമത്തെ അക്ഷരം, 17ാമത്തെ അക്ഷരം, എത്ര ഗ്യാപ്പ് ഉണ്ട്? 12ൻ്റെ ഗ്യാപ്പ് ഉണ്ട്. സോ 17ൻ്റെ കൂടെ 12 കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആൻസർ നമുക്ക് ഇവിടെ എത്ര കിട്ടുക? നേരെ നമുക്ക് 29 കിട്ടും. 29 എന്നൊരു അക്ഷരം ഉണ്ടോ? അങ്ങനത്തെ ഒരു ലെറ്റർ നമുക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. സോ 26 വരെയുള്ളൂ. 27A 8B 9C. സോ W അല്ല ആൻസർ വരുന്നത്. സോ ഇത് രണ്ടും തെറ്റ്. ക്ലിയർ? ഇനി ഇവിടുന്ന് 2ൽ നിന്നും വീണ്ടും 14ലേക്ക് പോയി. ഇത് 2ാമത്തെ അക്ഷരം, 14ാമത്തെ അക്ഷരം, 12ൻ്റെ ഗ്യാപ്പ്. 14ഉം വീണ്ടും 12 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 26 വരും. സോ C കഴിഞ്ഞിട്ട് Z ആണ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരം. അപ്പോൾ നമ്മളിത് മുഴുവൻ ആനലൈസ് ചെയ്യാൻ പോകുന്നില്ല, ആവശ്യമുള്ളത് മാത്രമാണ് ആനലൈസ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ? ഇനി അടുത്ത ഒരു ചോദ്യത്തിൽ ഒരു വേറെ ട്രിക്കും കൂടി നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. AHE CJG ELI GNK. സോ ഇവിടെ നോക്കിക്കേ, നമ്മൾ നേരത്തെ കണ്ടുപോലെയല്ല ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഓപ്ഷൻസിൽ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്ന് പറയുന്നത് I ആണ്. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എയിൽ നിന്ന് ഇയിലേക്കുള്ള റിലേഷൻ കണ്ടുപിടിച്ച്
ഇയിൽ നിന്നുള്ള ആൻസറിലേക്കുള്ള റിലേഷൻ കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് എന്തായാലും ഐ ആയിരിക്കും. കാരണം എല്ലാ ഓപ്ഷനിലും ഐ ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും സമയം നമ്മളിതിൽ കളയേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ ഇതുപോലെ ഓപ്ഷൻസിൽ കോമൺ ടേംസ് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പം ആ ടേം ഏതാണോ അതിനെ അങ്ങ് മൈൻഡ് ചെയ്യാതെ ഇരിക്കുക, അതിനെ വിട്ട് കളഞ്ഞേക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് മാത്രം നോക്കുക. ക്ലിയർ? അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക നോക്കിക്കേ. ഹെച്ചിൽ നിന്ന് നേരെ എല്ലിലേക്ക് 8ാമത്തെ അക്ഷരം 12ാമത്തെ അക്ഷരം +4. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ് വരുന്നത്? 12 4 16. പി നടുക്ക് വരണം. വരാത്ത 2 ഓപ്ഷൻസും തെറ്റ്. ഈ 5 9 + 4 9 + 4 13 IPM ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് ഈസിലി ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വരുന്ന മൂന്നാമത്തെ ടൈപ്പ് അല്ലെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ആൽഫ ന്യൂമറിക് സീരീസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച നമ്പർ സീരീസും ആൽഫബറ്റ് സീരീസും കൂടെ ഒരുമിച്ച് ചേർന്ന് വരുന്നതാണ് ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ 2 ലോജിക്കും നമുക്കിതിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിൾ ചോദ്യം എടുത്തിട്ടുണ്ട്. NTPCയുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം. KN33 JM41 IL49 HK57. ആദ്യം തന്നെ നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ജി വന്നു. ജിനെ നോക്കണോ? വേണ്ട, ജി അങ്ങ് പോയിക്കോട്ടെ, അതിനെ നോക്കിയേ വേണ്ട. ക്ലിയർ? ഇനി ബാക്കിയുള്ളത് ഇവിടെ നമുക്ക് N വന്നു, ഇവിടെ നമുക്ക് L വന്നു. 12 അല്ലെങ്കിൽ നേരെ നോക്കിക്കോ NMLK. അപ്പോൾ അടുത്തത് ഏതാണ് ലെറ്റർ വന്നിട്ടുണ്ടാവുക? ജെ മാത്രമാണ് വരുള്ളൂ അല്ലേ. അപ്പോൾ ജെ വരാത്തത് എന്തായാലും തെറ്റ്. ഇനി നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ 33 ഉം 57ഉം ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് വലുതായി പോകുന്നു അല്ലേ. എത്ര വ്യത്യാസമുണ്ട്? ഇവിടെ 7ൻ്റെ വ്യത്യാസം, ഇവിടെ നമുക്ക് 8ൻ്റെ വ്യത്യാസം, ഇവിടെ നമുക്ക് വീണ്ടും ഇവിടെ 8ൻ്റെ വ്യത്യാസം, 8ൻ്റെ വ്യത്യാസം, 8ൻ്റെ വ്യത്യാസം. സോ ഇവിടെ 8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് 5 വരുള്ളൂ. ഓപ്ഷൻ നമ്പർ 1 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ എല്ലാവർക്കും? സോ ഇതും അതേപോലെ തന്നെ സോൾവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. ഇനി വീണ്ടും മറ്റൊരു എക്സാമ്പിൾ ചോദ്യം കൂടി എടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെറ്റർ നമ്പർ ക്ലസ്റ്റേഴ്സ് വിൽ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക്? OKI4 QLGs 8 SME 12 UNC 16. നമ്പേഴ്സിൽ എന്തെങ്കിലുമൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. O ഉണ്ട്. അപ്പോൾ നമ്മൾ ഓയിനെ തിരിഞ്ഞ് നോക്കണ്ട. ഇനി നമുക്ക് നമ്പേഴ്സ് വേണമെങ്കിൽ എടുക്കാം, കാരണം നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയത് കാരണം പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. 4ഉം 8ഉം 12ഉം എങ്ങനെയാണ്? 4ൽ നിന്ന് 8 എന്ന് വെച്ചാൽ ഇരട്ടിയാണ്, പക്ഷേ 8ൻ്റെ ഇരട്ടി 16ആണ്. 16ൽ എത്തിയില്ല. സോ ഇതൊരു അഡിഷൻ സീരീസ് ആണ് ആവുള്ളൂ അല്ലേ. +4 +4 +4. അപ്പോൾ ലാസ്റ്റ് നമുക്കിവിടെ +4 ചെയ്ത് കഴിഞ്ഞാൽ 20 വരും. 20 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, മറ്റത് രണ്ടും ഡയറക്റ്റ്ലി തെറ്റാം. ഓക്കെ, 2ലും വന്നിരിക്കുന്ന W ആണ്. സോ ആദ്യത്തതിനെയും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, ഇത് നോക്കിയാൽ മതി. മൂന്നാമത്തെ ഐയിൽ നിന്ന് ഇയിലേക്ക് എത്തി. 9ൽ നിന്ന് 5 -4. അപ്പോൾ അടുത്തത് എത്രയാണ് വരിക? 5ൽ നിന്ന് -4 ചെയ്യുമ്പോൾ A കിട്ടും അല്ലേ. സോ ഓപ്ഷൻ 2 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. സോ ഇത്ര സ്പീഡിൽ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ട്രിക്കിലൂടെ. ക്ലിയർ ആയോ എല്ലാവർക്കും? സോ ഇങ്ങനെ വരുന്ന 3 ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് സീരീസിൽ നിന്ന് ചോദിക്കുകയുള്ളൂ. ഇതിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് 4 മാർക്സ് ഗ്യാരണ്ടീഡ് ആണ്. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ്ലി 4 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രൈ ദിസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്പർ സീരീസിൻ്റെ ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് എന്താണ് വരുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ആൻസർ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. കിട്ടുന്ന ആൻസർ നിങ്ങൾ എന്ത് ആൻസർ ആണെങ്കിലും, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കുഴപ്പമില്ല, ആൻസർ ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ PDFs ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. സോ നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ടെലഗ്രാം ID ആണ് @shilpabiju എന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. സോ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 48 പേപ്പർ അനാലിസിസ് സീരീസിലെ അടുത്ത വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. സോ അത് മിസ്സാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. മിസ്സായി പോയി കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കിത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, സോ ഇനി നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മുടെ ക്ലാസ്സസും ചാനൽസും അവൈലബിൾ ആണ്. സോ അതിൻ്റെ IDസും ഇവിടെ ഞാൻ തന്നിട്ടുണ്ട്. ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ആയിട്ട് എഴുതി അറിയിക്കാം. കോമെൻറ്റ്സിലൂടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതും നമ്മളെ എഴുതി അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത തവണ വീണ്ടും ഇതുപോലെ തന്നെ മറ്റൊരു സൂപ്പർ ട്രിക്ക് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.